എല്ലാവർക്കും എജ്യൂനെറ്റിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സില്ലജിസമാണ്. നമ്മൾ ലോജിക്കൽ റീസണിങ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നെറ്റ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സില്ലജിസം. ഇപ്പൊ സില്ലജിസം എന്ന് പറയുന്നത് എന്താണ്? സില്ലജിസം എന്ന് പറയുന്നത് ഒരു മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഒരു മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. ഇപ്പൊ ഇൻഫറൻസ് നമ്മൾ പറയുമ്പം രണ്ട് ടൈപ്പ് ഇൻഫറൻസസ് ആണുള്ളത്. ഇൻഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫറൻസ് എന്ന് പറയുന്നത് എവിഡൻസസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രെമിസസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഇൻഫറൻസ് ഉണ്ട്. ഒന്ന് മീഡിയറ്റ് ഇൻഫറൻസ് ആണ്, രണ്ടാമത്തത് ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. രണ്ടും നമുക്ക് നെറ്റ് എക്സാമിന് പഠിക്കേണ്ട ഏരിയാസ് ആണ്. രണ്ടിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മുമ്പ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്നത് മീഡിയറ്റ് ഇൻഫറൻസിൽ നിന്നാണ്, സിലോജിസത്തിൽ നിന്നാണ്. പക്ഷെ ഇപ്പം എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്? ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് സിലോജിസം എന്താന്ന് നോക്കാം. അപ്പൊ ഇൻഫറൻസ് ഇനിയും മനസ്സിലാകാത്തവർക്ക് ജസ്റ്റ് ഒന്നും കൂടെ പറയാം. എവിഡൻസസിൽ നിന്ന് നേരിട്ട് കാണുന്ന എവിഡൻസസിൽ നിന്ന് നേരിട്ട് കാണാത്ത ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നമ്മൾ എവിഡൻസസിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നത്. പ്രെമിസസ് എന്ന് പറയുന്നത്. അപ്പം മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ അതിൽ എത്ര പ്രെമിസസ് ഉണ്ടായിരിക്കും? രണ്ട് പ്രെമിസസ് ഉണ്ടായിരിക്കും. ഇമ്മീഡിയറ്റ് ഇൻഫറൻസിൽ എത്ര പ്രെമിസ് ആണുള്ളത്? ഒരൊറ്റ പ്രെമിസ് ആണുള്ളത്. അപ്പോൾ ഒരൊറ്റ പ്രെമിസിൽ നിന്ന് കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന ഇൻഫറൻസിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. രണ്ട് പ്രെമിസസിൽ നിന്ന് ഒരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾ മെൻ ആർ മോർട്ടൽ എന്ന് പറയുന്നത് ആദ്യത്തെ പ്രെമിസ് ആണ്. സോക്രട്ടീസ് ഈസ് മാൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രെമിസ് ആണ്. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കൊടുത്തു? പ്രെമിസസ് ആയിട്ട് കൊടുത്തു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറിയാത്ത ഒന്നിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു. എന്താണ്? സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ എത്തിച്ചേർന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ട് പ്രെമിസസിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ സില്ലജിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു മീഡിയറ്റ് ഇൻഫറൻസ് ആണ്. എന്തുകൊണ്ടാണ് മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്? രണ്ട് പ്രെമിസസ് ഉണ്ടായിരിക്കും. രണ്ട് പ്രെമിസസിൽ നിന്ന് നമ്മൾ കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? മീഡിയറ്റ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മീഡിയറ്റ് ഇൻഫറൻസിലുള്ള കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാം. ഈ ടേംസിൽ നിന്നാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു സില്ലജിസം നമുക്ക് നോക്കാം. സില്ലജിസം എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് പ്രെമിസസ് ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കും? ഒരു കൺക്ലൂഷനും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ രണ്ട് പ്രെമിസസിൽ കോമൺ ആയിട്ട് കാണുന്ന ടേമിനെയാണ് മിഡിൽ ടേം എന്ന് പറയുന്നത്. അപ്പൊ മിഡിൽ ടേം എന്താണ്? ആദ്യത്തെ രണ്ട് പ്രെമിസസിലും കോമൺ ആയിട്ട് കാണുന്ന ടേം. അപ്പൊ ആദ്യത്തെ രണ്ട് പ്രെമിസസിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് ഏതാണ്? മെൻ ആണ്. ആദ്യത്തെ രണ്ട് പ്രെമിസസിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്താണ്? മെൻ ആണ്, അല്ലെങ്കിൽ മാൻ ആണ്, അല്ലെ? അപ്പൊ ആദ്യത്തെ രണ്ട് പ്രെമിസസിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ സാധിക്കുള്ളൂ? മിഡിൽ ടേം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. മിഡിൽ ടേം ഒരിക്കലും എവിടെ ഉണ്ടായിരിക്കില്ല? കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ രണ്ട് പ്രെമിസസിൽ മാത്രം നമുക്ക് കാണാം, കൺക്ലൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ ഈ ഒരു സില്ലജിസത്തില് മിഡിൽ ടേം എന്ന് പറയുന്നത് മാൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പം മിഡിൽ ടേം എവിടെ ഉണ്ടാകില്ല? മിഡിൽ ടേം ഒരിക്കലും കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കില്ല. ഇനി അടുത്തത് നോക്കിയേ. ആദ്യത്തെ പ്രെമിസിൽ മിഡിൽ ടേം കൂടാണ്ട് മറ്റൊരു ടേം ഉണ്ട്. ആദ്യത്തെ പ്രെമിസിൽ മിഡിൽ ടേം ഉണ്ട്, ആ മിഡിൽ ടേം കൂടാണ്ട് മറ്റൊരു ടേം ഉണ്ട്. ആ ടേമിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്.
അപ്പൊ മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ പ്രമിസിൽ മിഡിൽ ടേം കൂടാണ്ട് മറ്റൊരു ടേം ഉണ്ട്, അതിനെയാണ് നമ്മൾ മേജർ ടേം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, മേജർ ടേം എന്ന് പറയുന്നത് കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിരിക്കും. മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മേജർ ടേമിനെ നമുക്ക് ക്യാപിറ്റൽ പി എന്ന് വിളിക്കാം. മേജർ ടേമിനെ നമുക്ക് ക്യാപിറ്റൽ ടി എന്ന് വിളിക്കാം. അപ്പൊ മേജർ ടേം എവിടൊക്കെയാണ് കാണുന്നത്? മേജർ ടേം കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് കാണാം. കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആയിട്ട് കാണുന്നത് കൊണ്ട് നമ്മൾ മേജർ ടേമിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ പി എന്നാണ്. ഓക്കെ, അപ്പൊ മേജർ ടേം വേറെ എവിടെ ഉണ്ടാവും? ആദ്യത്തെ പ്രമിസിലും ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ പ്രമിസിൽ മേജർ ടേം ഉള്ളതുകൊണ്ട് ഈ പ്രമിസിനെ നമ്മൾ വിളിക്കുന്ന പേര് മേജർ പ്രമിസ് എന്നാണ്. മേജർ പ്രമിസ് എന്നാണ്. ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. മേജർ പ്രമിസ് എന്നാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മേജർ ടേം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പ്രമിസിനെ എന്തെന്ന് പറയുന്നത്? മേജർ പ്രമിസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, രണ്ടാമത്തെ പ്രമിസിൽ മിഡിൽ ടേം കൂടാണ്ട് മറ്റൊരു ടേം ഉണ്ട്. രണ്ടാമത്തെ പ്രമിസിൽ മിഡിൽ ടേം കൂടാണ്ട് മറ്റൊരു ടേം ഉണ്ട്. അതിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മൈനർ ടേം എന്ന് പറയുന്നത്. മൈനർ ടേം നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? മൈനർ ടേം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും കൺക്ലൂഷന്റെ സബ്ജക്റ്റ് എന്താണ്? മൈനർ ടേം ആണ്. കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മൈനർ ടേമിനെ എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എസ് എന്ന് വിളിക്കാം. ക്യാപിറ്റൽ എസ് എന്ന് വിളിക്കാം. അപ്പം മൈനർ ടേം എവിടൊക്കെയാണുള്ളത്? മൈനർ ടേം കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയിട്ട് കാണുന്നു, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രമിസിലും കാണുന്നു. അതുകൊണ്ട് മൈനർ ടേം ഉള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രമിസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈനർ പ്രമിസ് എന്ന് വിളിക്കാം. മൈനർ പ്രമിസ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് മേജർ ടേം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, മോർട്ടലാണ്. മേജർ ടേമിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ക്യാപിറ്റൽ പി എന്ന് വിളിച്ചു. മിഡിൽ ടേമിനെ നമ്മൾ ക്യാപിറ്റൽ എം എന്ന് വിളിക്കും കേട്ടോ. മിഡിൽ ടേമിനെ നമ്മൾ ക്യാപിറ്റൽ എം എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. മൈനർ ടേം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സോക്രട്ടീസ് ആണ്. മൈനർ ടേം എന്ന് പറയുന്നത് ഇവിടെ സോക്രട്ടീസ് ആണ്. മൈനർ ടേം എന്ന് പറയുന്നത് കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ക്യാപിറ്റൽ എസ് എന്ന് പറയാം. അപ്പൊ ഇതാണ് ഒരു സില്ലജിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മിഡിൽ ടേം പറഞ്ഞു. മിഡിൽ ടേം എവിടേക്കാണ് കാണുന്നത്? ആദ്യത്തെ രണ്ട് പ്രമിസസിൽ മിഡിൽ ടേം കാണും. ഒരിക്കലും കൺക്ലൂഷനിൽ എന്തുണ്ടാകില്ല? മിഡിൽ ടേം ഉണ്ടാകില്ല. പിന്നെ നമ്മൾ മേജർ ടേമിനെ കുറിച്ചിട്ട് പറഞ്ഞു. മേജർ ടേം എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ്, അല്ലെ? കൺക്ലൂഷന്റെ പ്രെഡിക്കേറ്റ് ആണ്. അതോടൊപ്പം തന്നെ എവിടെയും കാണുന്നു? ആദ്യത്തെ പ്രമിസിലും കാണുന്നു. ആദ്യത്തെ പ്രമിസിൽ ഉള്ളതുകൊണ്ട് ആദ്യത്തെ പ്രമിസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മേജർ പ്രമിസ് എന്ന് വിളിക്കാം. മൂന്നാമത് നമ്മൾ പറഞ്ഞത് മൈനർ ടേം ആണ്. മൈനർ ടേം എന്ന് പറയുന്നത് കൺക്ലൂഷന്റെ സബ്ജക്റ്റ് ആണ്. പിന്നെ എവിടെ കാണുന്നു? രണ്ടാമത്തെ പ്രമിസിലും കാണുന്നു. രണ്ടാമത്തെ പ്രമിസിൽ മൈനർ ടേം ഉള്ളതുകൊണ്ട് ആ ഒരു പ്രമിസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മൈനർ പ്രമിസ് എന്ന് വിളിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സില്ലജിസത്തിൽ ഒരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് സില്ലജിസത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന്, ഈ ടേംസിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് സില്ലജിസ്റ്റിക് റൂൾസ് ആൻഡ് ഫാലസീസ് ആണ്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് വേറൊരു ഏരിയയും കൂടെ നോക്കാനുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.